ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ യൂണിറ്റായ സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സാണ്. ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ലെറ്റേഴ്സ് അസിസ്റ്റ് ക്വസ്റ്റ്യൻസും എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുന്നുണ്ട്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വാട്ട് ഈസ് സ്പേസ്? എന്താണ് സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ സ്പേസ് ഈസ് ദ ഹാർഡ് വാക്വം വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഭൂമിക്ക് അപ്പുറത്ത് വായു ഒന്നുമില്ലാതെ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. വാട്ട് ആർ കോൺസ്റ്റലേഷൻസ്? എന്താണ് കോൺസ്റ്റലേഷൻസ്? കോൺസ്റ്റലേഷൻസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർസ് ഇമാജിൻഡ് ഇൻ ടു ഷേപ്സ് ബൈ ജോയിനിങ് ദം ടുഗെദർ യൂസിങ് ലൈൻസ്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ്, നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇമാജിനറി ലൈൻസ് വെച്ചിട്ട് യോജിപ്പിച്ച് കുറച്ച് ഷേപ്സ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റലേഷനാണ് ദ ഹണ്ടർ അല്ലെങ്കിൽ ഓറിയോൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറിസോൺ അറ്റ് ഡസ്ക് ഇൻ ഡിസംബർ മാസത്തിൽ ഈസ്റ്റേൺ ചക്രവാളത്തിലായിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് ഈ ഹണ്ടർ അല്ലെങ്കിൽ ഒറിയോൺ എന്ന് പറയുന്നത്. വെൻ ദ സ്റ്റാർസ് ആർ കണക്റ്റഡ് വി ക്യാൻ ഇമാജിൻ ദ ഷേപ്പ് ഓഫ് എ ഹണ്ടർ ആൻഡ് ഹെൻസ് ഗിവൺ ദ നെയിം ഹണ്ടർ. നമുക്ക് അതിലുള്ള ഈ സ്റ്റാർസിൻ്റെ ഗ്രൂപ്പുകൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ സമയത്ത് നമുക്കൊരു വേട്ടക്കാരൻ്റെ രൂപമായിട്ട് തോന്നും. അതുകൊണ്ടാണ് അതിന് ഹണ്ടർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. The Greeks gave the name Orion to this constellation, which is the name of a hunter in their mythology. ഗ്രീക്കുകാർ അവരുടെ പുരാതന കഥകളിലുള്ള ഒരു ഹണ്ടറിൻ്റെ പേരാണ് ഓറിയോൺ എന്ന്. ആ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അടുത്തത് സപ്തർഷീസ് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എ ടെലസ്കോപ്പ്. ഏപ്രിൽ മാസം ഒരു ടെലസ്കോപ്പിൻ്റെ സഹായമില്ലാതെ പോലും നമുക്ക് നേരിട്ട് കാണാവുന്ന ഒരു കോൺസ്റ്റലേഷനാണ് ഈ സപ്തർഷീസ് എന്ന് പറയുന്നത്. എവിടെയായിരിക്കും? നോർത്തേൺ ഹൊറിസോണിൽ, നോർത്തേൺ ചക്രവാളത്തിൽ കേട്ടോ. The name Saptarshis was given by Indian because 7 stars could be seen very clearly in this constellations. സപ്തർഷികൾ എന്ന പേര് വന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ കോൺസ്റ്റലേഷനിൽ 7 സ്റ്റാർസാണ് ഉണ്ടാവുക. 7നെ നമ്മൾ സപ്തം എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഈ 7 സ്റ്റാർസ് ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ സപ്തർഷികൾ എന്ന് വിളിക്കുന്നത്. ഇൻ യൂറോപ്യൻ കൺട്രീസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ബിഗ്ഗർ ഡിപ്പർ ആസ് ഇറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ് എ ബിഗ് സ്പൂൺ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനെ ബിഗ് ഡിപ്പർ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു വലിയ തവിയുടെ രൂപമാണുള്ളത്. അതുകൊണ്ട് ബിഗ് ഡിപ്പർ എന്നാണ് വിളിക്കുന്നത്. വാട്ട് പ്രിപ്പറേഷൻസ് ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്? നക്ഷത്ര നിരീക്ഷണത്തിന്, സ്റ്റാർ വാച്ചിങ്ങിന് വേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? എ പ്ലേസ് വിത്ത് എ ക്ലിയർ വ്യൂ ഓഫ് ദ സ്കൈ ഷുഡ് ബി ചൂസൺ. ആകാശം തെളിഞ്ഞു കാണുന്ന ഒരു സ്ഥലമാവണം. ഡു നോട്ട് ചൂസ് എ പ്ലേസ് ദാറ്റ് ഈസ് ടു ബ്രൈറ്റ്. നല്ല വെളിച്ചമുള്ള സ്ഥലം ഒരിക്കലും എടുക്കരുത്. ചൂസ് എ ക്ലിയർ നൈറ്റ്. നല്ല തെളിഞ്ഞ ദിവസം, രാത്രി എടുക്കണം. എ ക്ലൗഡി ഡേ ഷുഡ് ബി അവോയ്ഡഡ്. മേഘം മൂടിയിട്ടുള്ള ദിവസങ്ങൾ എടുക്കരുത്. യൂസ് എ സ്റ്റാർ മാപ്പ് ഓർ ആപ്പ്. സ്റ്റാർ മാപ്പോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആപ്പുകളോ ഉപയോഗിക്കണം. നെയിം ദ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് അസ് ഇൻ സ്കൈ വാച്ചിങ്. സ്കൈ വാച്ചിങ്ങിന് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് 2 ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. K-സ്റ്റാറും സ്റ്റെലേറിയവുമാണ്. സ്പേസ് സ്റ്റേഷൻ. എന്താണ് സ്പേസ് സ്റ്റേഷൻ? സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ സ്പേസ്. നമ്മുടെ സ്പേസിലുള്ള ഒരു ലബോറട്ടറി സെറ്റപ്പാണ് ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട്, പരീക്ഷണത്തിന് വേണ്ടിയിട്ട് സ്പേസ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും അനുഭവപ്പെടുക? നോ എയർ, വായുവില്ല. നോ വാട്ടർ, വെള്ളമില്ല. നോ ഗ്രാവിറ്റി, ഗുരുത്വാകർഷണമില്ല. നോ സൗണ്ട്, ശബ്ദങ്ങളൊന്നും തന്നെ ഇല്ല. നോ വെയ്റ്റ്, ഭാരമില്ല. The moon is the biggest and the brightest body in the sky at night. What could be the reason? ആകാശത്ത് വ്യക്തമായും തെളിഞ്ഞും നല്ല പ്രകാശത്തോടും കൂടി കാണുന്ന ഒരു ഉപഗ്രഹമാണ് നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. The moon is the closest celestial body to earth. That is why the moon is the brightest and largest in the night sky. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സെലേഷ്യൽ ബോഡിയാണ്, ആകാശഗോളമാണ് ഈ മൂൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ നല്ല വലുപ്പത്തിൽ അതുപോലെ തെളിഞ്ഞും കാണാനായിട്ട് സാധിക്കുന്നു. ഇനി മൂണിനെ കുറിച്ച് കുറച്ചുകൂടെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം. ദ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലേഷ്യൽ ബോഡി ടു എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടന്ന് കാണുന്ന ആകാശഗോളമാണ് ഈ മൂൺ എന്ന് പറയുന്നത്.
ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നു. ചന്ദ്രൻ നമ്മൾ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ദ മൂൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്ത്? ചന്ദ്രൻ. ദ ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഫാൾസ് ഓൺ ദ മൂൺ ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ചന്ദ്രനിൽ തട്ടിയിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് മേക്സ് ദ മൂൺ ഗ്ലോ ആൻഡ് വി സീ ഇറ്റ് ആസ് ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ആ പ്രതിഫലിക്കുന്ന വെളിച്ചമാണ് എന്ത്? നമുക്ക് രാത്രി ചന്ദ്രൻ തിളങ്ങുന്നതായിട്ട് തോന്നുന്നതിന് കാരണമാകുന്നത്. വാട്ട് ആർ സം അതർ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ? മൂണിൻ്റെ മറ്റ് പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഫെറിക്കലാണ്, സ്ഫെറിക്കൽ ഷേപ്പാണ്. നോ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ഇല്ല. നോട്ട് സെൽഫ് ലുമിനസ്, സ്വയം പ്രകാശിക്കുന്നില്ല. നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഉപഗ്രഹമാണ്. നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. റൊട്ടേറ്റ് ഇറ്റ് സെൽഫ്, സ്വയം കറങ്ങുന്നുണ്ട്. റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്, ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. വാട്ട് ആർ സാറ്റലൈറ്റ്സ്? എന്താണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്? സാറ്റലൈറ്റ്സ് ആർ ദ സെലേഷ്യൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിനെ ചുറ്റി സഞ്ചരിക്കുന്ന എന്താണ്? സെലേഷ്യൽ ബോഡീസാണ്, ആകാശഗോളങ്ങളാണ് എന്ത്? സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കാണുന്ന നക്ഷത്രം ഏതാണ്? സ്റ്റാർ ഏതാണ്? സൺ ആണ് അല്ലേ? ഹൗ ടു ഡിഫറൻഷിയേറ്റ് ദ സ്റ്റാർസ് ആൻഡ് അതർ സെലേഷ്യൽ ബോഡീസ്. സ്റ്റാറിനെയും ബാക്കി സെലേഷ്യൽ ബോഡീസിനെയും നമുക്ക് എങ്ങനെ വേർതിരിക്കാം? Stars are self-luminous celestial bodies, but planets and satellites are not self-luminous. സ്റ്റാർസ് എന്ന് പറയുന്നത് സ്വയം തിളങ്ങുന്നവയാണ്, പ്രകാശിക്കുന്നവയാണ്. പ്ലാനറ്റ്സും സാറ്റലൈറ്റും സ്വയം പ്രകാശിക്കില്ല. The light that falls on these bodies get reflected and it makes them glow. We perceive them as luminous because of the reflection of light. നമ്മുടെ സ്റ്റാർസിൻ്റെ വെളിച്ചം ഈ പ്ലാനറ്റ്സിലും സാറ്റലൈറ്റ്സിലും ഒക്കെ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അവ വെളിച്ചമുള്ളതായിട്ട് പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്. വൈൽ ഒബ്സർവിംഗ് ദ സ്കൈ വി സീ ദ സ്റ്റാർസ് ട്വിങ്ക്ലിംഗ് വെറാസ് ദ പ്ലാനറ്റ്സ് ഷൈൻ വിത്തൗട്ട് ട്വിങ്ക്ലിംഗ്. ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റാർസ് ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് തോന്നും, മിന്നി തിളങ്ങുന്നതായിട്ട് തോന്നും. എന്നാൽ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും അതുപോലെ ട്വിങ്കിൾ ചെയ്യില്ല. List the similarities and differences between celestial bodies such as stars, planets and satellites. സ്റ്റാറും പ്ലാനറ്റും സാറ്റലൈറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ സിമിലാരിറ്റീസും സാമ്യങ്ങളും ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറും പ്ലാനറ്റും നാച്ചുറൽ ആണ്. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നാച്ചുറലും ഉണ്ട്, മാൻമെയ്ഡും ഉണ്ട്. പിന്നെ സ്റ്റാർ സെൽഫ് ലുമിനസ് ആണ്. പ്ലാനറ്റും സാറ്റലൈറ്റും നോട്ട് സെൽഫ് ലുമിനസ് അല്ല. സ്റ്റാർ വൈൽ ഒബ്സർവിംഗ് ദ സ്കൈ വി സീ ദ സ്റ്റാർസ് ട്വിങ്ക്ലിംഗ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് തോന്നും. എന്നാൽ പ്ലാനറ്റും സാറ്റലൈറ്റും ട്വിങ്കിൾ ചെയ്യില്ല. ദ സോളാർ സിസ്റ്റം. എന്താണ് സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, സാറ്റലൈറ്റ്സ് ആൻഡ് മേ അതർ സെലേഷ്യൽ ബോഡീസ്. സണ്ണും അതിനെ ചുറ്റി സഞ്ചരിക്കുന്ന പ്ലാനറ്റ്സും അതിനെ ചുറ്റി സഞ്ചരിക്കുന്ന സാറ്റലൈറ്റ്സും പിന്നെ വേറെ കുറച്ച് സെലേഷ്യൽ ബോഡീസും ഒക്കെ ചേർന്നതാണ് എന്ത്? സോളാർ സിസ്റ്റം. ദ എർത്ത് ആൻഡ് ദ അതർ പ്ലാനറ്റ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ്സ് അറൗണ്ട് ദ സൺ. എർത്തും മറ്റ് പ്ലാനറ്റ്സും ഒക്കെ സണ്ണിനെ റിവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഓർബിറ്റ്? ദ പാത്ത് ഓഫ് ദ സെലേഷ്യൽ ബോഡീസ് ഈസ് കോൾഡ് ദ ഓർബിറ്റ്. സെലേഷ്യൽ ബോഡീസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവ ഏത് പാത്തിലൂടെയാണോ റിവോൾവ് ചെയ്യുന്നത് ആ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദെയർ ഇൻ ദ സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ് ആണുള്ളത്. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സിനെ നെയിം ചെയ്യാനാണ്. പേരുകൾ എന്തൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. Between the orbits of which planets does the Earth's orbit lie? എർത്തിൻ്റെ ഓർബിറ്റ് എവിടെയാണ് കിടക്കുന്നത്? ഏതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്? വീനസിൻ്റെയും മാർസിൻ്റെയും ഇടയിലായിട്ടാണ് കേട്ടോ. എന്താണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം? GPS enables us to view satellite images of our house, school and other places using mobile phones or computers. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മളുടെ വീടിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ പ്ലേസും ഇമേജസും ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനത്തെയാണ് നമ്മൾ GPS എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സർവീസസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അഥവാ കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ്? ടെലികമ്മ്യൂണിക്കേഷൻ, വിവരസാങ്കേതിക വിദ്യ, GPS, വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനം, നാവിഗേഷൻ, റിമോട്ട് സെൻസിംഗ്, സയൻറ്റിഫിക് എക്സ്പെഡിഷൻ, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഡിഫെൻസ്. ലിസ്റ്റ് ഔട്ട് ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ അവർ കൺട്രി ആൻഡ് ദെയർ പർപ്പസസ്. നമ്മുടെ രാജ്യം വിക്ഷേപിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും അതിൻ്റെ യൂസസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇൻസാറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്. എഡ്യൂസാറ്റിൻ്റെ പർപ്പസ് എഡ്യൂക്കേഷനാണ്. IRNSSൻ്റേത് നാവിഗേഷനാണ്. കാർട്ടോസാറ്റിൻ്റേത് ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷനാണ്. ആസ്ട്രോസാറ്റിൻ്റേത് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ചാണ്. GSAT 7ഉം MESATഉം ഡിഫെൻസ് ആണ്.
വാട്ട് ആർ റോക്കറ്റ്സ്? എന്താണ് റോക്കറ്റുകൾ? റോക്കറ്റ്സ് ആർ ദ വെഹിക്കിൾസ് യൂസ്ഡ് ടു ലോഞ്ച് സാറ്റലൈറ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് ഇൻ ടു സ്പേസ്. സ്പേസിലേക്ക് നമ്മൾ സാറ്റലൈറ്റും സ്പേസ് ക്രാഫ്റ്റും ഒക്കെ ലോഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് റോക്കറ്റ്സ്. ഇനി എന്താണ് ISRO? ഇന്ത്യൻ റിസർച്ച് ഓർഗനൈസേഷൻ എന്നോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്താണ്? The Indian Space Research Organization or ISRO is the space agency responsible for planning and executing the space missions of our country. നമ്മുടെ രാജ്യത്തിൻ്റെ സ്പേസ് മിഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനും അതിനെ പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള എന്താണ് ഏജൻസിയാണ് ഈ ISRO എന്ന് പറയുന്നത്. കളക്ട് ദ നെയിംസ് ഓഫ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളുടെ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. USAയുടേത് നാസയാണ്, യൂറോപ്പിൻ്റേത് ESA ആണ്, ജപ്പാൻ്റേത് JAXA ആണ്, റഷ്യയുടേത് റോസ്കോസ്മോസ് ആണ്, ചൈനയുടേത് CNSA ആണ്. Some information about rocket launching stations in our country is given. Collect and add more. നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഈ ക്വസ്റ്റ്യന് നമ്മുടെ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻസിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ തന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾ കണ്ടെത്തി ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 2 റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് ആണെന്നുള്ളത്. ഒന്ന് തുമ്പയും പിന്നെ ഒന്ന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററുമാണ്. അപ്പോൾ ആദ്യം തുമ്പയെക്കുറിച്ച് നോക്കാം. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കേരളത്തിലെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് തുമ്പ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷനാണെന്ത്? ഈ തുമ്പ. എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 21 നവംബർ 1963. 1963 നവംബർ 21 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ദ ലൊക്കേഷൻ ഈസ് നിയർ ദ എർത്ത് മാഗ്നറ്റിക് ഇക്വേറ്റർ. ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നോൺ ആസ് ദ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വാസ് നെയിംഡ് ഇൻ മെമ്മറി ഓഫ് വിക്രം സാരാഭായ് ഇൻ 1972. 1972 വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളതിനെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് കൊടുത്തു. നെക്സ്റ്റ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ്. ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണുള്ളത്. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ ഒക്ടോബർ 1971. 1971 ഒക്ടോബർ തൊട്ടാണ് അതിലുള്ള നമ്മളുടെ ഗവേഷണങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയത്. ദർ ആർ 2 ലോഞ്ച് പാഡ്സ്. അവിടെ 2 ലോഞ്ച് പാഡ്സ് ഉണ്ട്. നൗ ഇന്ത്യ സാറ്റലൈറ്റ് ലോഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഇപ്പോൾ നടക്കുന്ന ഇന്ത്യയുടെ എല്ലാ സാറ്റലൈറ്റ് ലോഞ്ചസും ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ബീങ് ക്ലോസർ ടു ദ ഇക്വേറ്റർ ഗിവ് ഇറ്റ് എക്സ്ട്രാ സെൻട്രിപിറ്റൽ ഫോഴ്സ് ദാറ്റ് ഹെൽപ്സ് ലോഞ്ച് സാറ്റലൈറ്റ്സ്. ഇക്വറ്റോറിയൽ ലൈനിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ സെൻട്രിപിറ്റൽ ഫോഴ്സ്, കേന്ദ്രീകൃത ബലം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോക്കറ്റ് ലോഞ്ചിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നുണ്ട്. ദ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ വാസ് നെയിംഡ് ഇൻ 2002 ഇൻ മെമ്മറി ഓഫ് സതീഷ് ധവാൻ. സതീഷ് ധവാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഹൂ ആർ ദ ഫസ്റ്റ് ആസ്ട്രോനോട്ട്സ് ടു ലാൻഡ് ഓൺ ദ മൂൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ആസ്ട്രോനോട്ട്സ് ആരാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമാണ്. ഇൻ വിച്ച് വെഹിക്കിൾ മാൻ ഫസ്റ്റ് ലാൻഡഡ് ഓൺ ദ മൂൺ. ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് ഏത് വാഹനത്തിലാണ് പോയത്? ആ വാഹനത്തിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോളോ 11 ആണ്. ഹു വാസ് ദ പൈലറ്റ് ഓഫ് ദ സ്പേസ് ക്രാഫ്റ്റ് അപ്പോളോ 11? അപ്പോളോ 11ൻ്റെ പൈലറ്റ് ആരായിരുന്നു? മൈക്കൽ കോളിൻസ് ആയിരുന്നു. വെൻ ഡിഡ് ദ ഫസ്റ്റ് ഹ്യൂമൻ ലാൻഡഡ് ഓൺ ദ മൂൺ. ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ജൂലൈ 21, 1969. വിച്ച് സ്പേസ് ഏജൻസി ബ്രോഡ് ദ ഫസ്റ്റ് ഹ്യൂമൻ ടു മൂൺ. മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ച ആദ്യത്തെ സ്പേസ് ഏജൻസി ഏതാണ്? നാസയാണ്, അമേരിക്കയുടേത്. നെയിം ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ദ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻസ് ലോഞ്ച് ചെയ്ത ആദ്യത്തെ സ്പേസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ്? സ്പുട്നിക് 1 ആണ്. വെൻ വാസ് സ്പുട്നിക് 1 ലോഞ്ച്ഡ്? സ്പുട്നിക് 1 ലോഞ്ച് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1957 ഒക്ടോബർ 4 ആണ്. വെൻ ഈസ് ദ ഇന്റർനാഷണൽ സ്പേസ് വീക്ക് ഒബ്സർവ്ഡ് ആനുവലി? വാർഷികമായിട്ട് ഇന്റർനാഷണൽ സ്പേസ് വീക്ക് ആഘോഷിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 4 to 10 ആണ്. ഇന്ത്യാസ് ലൂണാർ മിഷൻ. ഇന്ത്യയുടെ ലൂണാർ മിഷനെ കുറിച്ച് നോക്കാം. അവർ നേഷൻ കണ്ടക്ട്സ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻസ് ഇൻ ദ നെയിം ഓഫ് ചന്ദ്രയാൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ചന്ദ്ര പര്യവേഷണത്തിൻ്റെ പേര് ചന്ദ്രയാൻ എന്നാണ്. ചന്ദ്രയാൻ 1 ആണ് ആദ്യത്തേത്. ചന്ദ്രയാൻ 1 ഈസ് ദ ഫസ്റ്റ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ഓഫ് അവർ നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചന്ദ്ര പര്യവേഷണത്തിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 1 ആണ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ ഒക്ടോബർ 22, 2008 ഫ്രം ശ്രീഹരിക്കോട്ട. 2008 ഒക്ടോബർ 28 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇറ്റ് എൻറ്റേർഡ് ദ മൂൺസ് ഓർബിറ്റ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 100 കിലോമീറ്റേഴ്സ് ആൻഡ് കണ്ടക്റ്റഡ് സ്റ്റഡീസ് ഓഫ് ദ ലൂണാർ സർഫസ്. ലൂണാർ സർഫസിൻ്റെ കുറിച്ചിട്ടുള്ള മൂണിൻ്റെ ചന്ദ്രൻ്റെ നമ്മളുടെ പ്രതലങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 ഈസ് ഇന്ത്യ സെക്കൻഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ലോഞ്ച്ഡ് ഓൺ ജൂലൈ 22, 2019.
2019 ജൂലൈ 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷനാണ്. ഇറ്റ്സ് ഗോൾ വാസ് ടു സ്റ്റഡി ദ ഫീച്ചേഴ്സ് ഓഫ് റോക്സ് ആൻഡ് സോയിൽ ഓൺ ദ ലൂണാർ സർഫസ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള പാറകളെയും മണ്ണിനെയും ഒക്കെ കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു ഇതിൻ്റെ ദൗത്യം. ചന്ദ്രയാൻ 3 ഈസ് ദ ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഓൺ ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ മിഷനാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ ജൂലൈ 14, 2023. 2023 ജൂലൈ 14-നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ലാൻഡഡ് ഓൺ ദ ലൂണാർ സർഫസ് ഓൺ ഓഗസ്റ്റ് 23, 2023. ഓഗസ്റ്റ് 23, 2023-നാണ് ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത്. ദ റോവർ സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ് റോംഡ് ഓൺ ദ ലൂണാർ സർഫസ് ആൻഡ് കണ്ടക്റ്റഡ് എക്സ്പെരിമെന്റ്. ശേഷം അതിലുള്ള റോവർ അവിടെ ലോഞ്ച് ചെയ്തിട്ട് പരീക്ഷണം ചെയ്യാൻ തുടങ്ങി. ഗ്യാദർ ഇൻഫർമേഷൻസ് അബൌട്ട് ഇന്ത്യസ് ഫ്യൂച്ചർ സ്പേസ് പ്രോജക്ട്സ്. ഇന്ത്യയുടെ ഭാവി സ്പേസ് പ്രോജക്ട്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് മംഗൾയാനാണ്. ദ മാർസ് ഓർബിറ്റർ മിഷൻ വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ഓൺ November 5, 2013. 2013 നവംബർ 5-നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് മാർസ് ചൊവ്വയെ കുറിച്ച് പഠിക്കുന്നതായിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ അൺഒഫീഷ്യലി നോൺ ആസ് മംഗൾയാൻ. ഇത് മംഗൾയാൻ എന്നുള്ള പേരിലാണ് അൺഒഫീഷ്യലി അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഇന്റർ പ്ലാനറ്ററി മിഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർ പ്ലാനറ്ററി മിഷനാണ് മംഗൾയാൻ കേട്ടോ. മംഗൾയാൻ എൻറ്റേർഡ് മാർസ് ഓർബിറ്റ് ഓൺ 24 സെപ്റ്റംബർ 2014. മാർസ് ഓർബിറ്റിൽ എത്തിയിട്ടുള്ളത് എന്നാണ്? സെപ്റ്റംബർ 24-നാണ്. വിത്ത് ദിസ് ഇന്ത്യ ബിക്കേം ദ 5th country ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാർസ് മിഷൻ. ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ കൺട്രി ആയിട്ട് നമ്മളുടെ ഇന്ത്യ മാറി. നെക്സ്റ്റ് ഗഗൻയാൻ. ഗഗൻയാൻ ഈസ് ഇന്ത്യാസ് മിഷൻ ടു സെൻഡ് ഹ്യൂമൻസ് ടു സ്പേസ്. മനുഷ്യരെ സ്പേസിലേക്ക് എത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മിഷനാണ് ഗഗൻയാൻ. ഇന്ത്യ പോസ്റ്റ്പോൺസ് ദ ഗഗൻയാൻ സ്പേസ് മിഷൻ ടു 2026. 2026-ലേക്ക് ഇപ്പോൾ ഈ മിഷന് മാറ്റിയിട്ടുണ്ട്. ആദിത്യ L1 ഈസ് ദ ഫസ്റ്റ് സ്പേസ് ബേസ്ഡ് ഇന്ത്യൻ മിഷൻ ടു സ്റ്റഡി ദ സൺ. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ സ്പേസ് മിഷനാണ് ഇന്ത്യയുടെ ആദിത്യ L1. ആദിത്യ L1 ഈസ് എ കൊറോണോഗ്രഫി സ്പേസ് ക്രാഫ്റ്റ് ഫോർ സ്റ്റഡിയിങ് ദ സോളാർ അറ്റ്മോസ്ഫിയർ. സൂര്യൻ്റെ അറ്റ്മോസ്ഫിയറിന് അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുന്ന കൊറോണോഗ്രഫി സ്പേസ് ക്രാഫ്റ്റ് ആണ് ആദിത്യ L1. ആദിത്യ L1 വാസ് ലോഞ്ച്ഡ് ഫ്രം ദ ശ്രീഹരിക്കോട്ട സ്പേസ് പോർട്ട് ഓൺ 2024 സെപ്റ്റംബർ 2. 2024 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു ലോഞ്ചിങ്. അടുത്തത് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹിയർ ആർ സം കീ മൈൽ സ്റ്റോൺസ് ഓഫ് ഇന്ത്യ സ്പേസ് എക്സ്പ്ലോറേഷൻ. റീഅറേഞ്ച് ദം ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഫസ്റ്റ് ISRO വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1969 August 15. Second, launch of Aryabhatta in 1975 April 19. Third, launch of INSAT-1 1982 April 10. Launch of Chandrayaan 1 2008 October 22. Fifth one, launch of Mangalyaan 2013 November 5. Sixth, launch of Aditya L1 2023 September 2. Question 2. Earth satellite is moon. Weather forecasting, artificial satellite. We use artificial satellite for weather forecasting. Next, we use rockets to launch artificial satellites. Celestial bodies that orbit planets are known as satellites. Self-glowing sun or stars. നെക്സ്റ്റ് നമ്മുടെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൽ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നോക്കിയേ, കംപ്ലീറ്റ് ദിസ് ക്രോസ് വേർഡ് പസിൽ, കൺസ്ട്രക്ട് ന്യൂ സിമിലർ വൺ. നമ്മൾ ആൻസർ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടു ദ റൈറ്റ്, ആദ്യത്തേത് നാസാസ് ഫസ്റ്റ് മിഷൻ ടു സെൻഡ് വിമൻ ടു ദ മൂൺ. സ്ത്രീകളെ മൂണിലേക്ക് അയക്കുന്ന നാസയുടെ ആദ്യത്തെ മിഷന് അറിയപ്പെടുന്ന പേര് ആർട്ടമിസ് എന്നാണ്. പിന്നെ ദ ഓൺലി റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ കേരള. കേരളത്തിലുള്ള ആകെയുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന് തുമ്പയാണ്. ഡൗൺവേർഡ്സ് നോക്കൂ. ഇന്ത്യാസ് ഫസ്റ്റ് സ്പേസ് ടെലസ്കോപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ്. 2. ദ നെയിം ഓഫ് ആൻ ഇന്ത്യൻ സാറ്റലൈറ്റ് രോഹിണിയാണ്. ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സാറ്റേൺ. സാറ്റേണിലുള്ള ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? ടൈറ്റാൻ ആണ്. 5th, ഇന്ത്യാസ് ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇൻസാറ്റ് ആണ്. 6th, ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പുട്നിക് ആണ്. ഇനി അപ്വേർഡ്, ദ ഓറഞ്ച് റെഡ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ഓറഞ്ച് റെഡ് കളറിലുള്ള പ്ലാനറ്റ് ഏതാണ്? മാർസ് ആണ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുതേ.
അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്